എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഓഫ് ഡേ ആയൊരു ദിവസം, അത് ഞായറാഴ്ച കൂടി ആണെങ്കിൽ രാവിലെ കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഞാൻ നേരെ പോയത് വീട്ടിൽ ഫ്രിഡ്ജിലോട്ടാണ്. പോയപ്പോൾ അവിടെ ആകെ കണ്ടത് ഒരു ഇഞ്ചി കഷ്ണം പിന്നെ ഒരു ആപ്പിളും. ഈ ആപ്പിൾ എടുത്ത് രാവിലെ എന്താ പരിപാടി എന്നല്ലേ? അതെ, ഇന്ന് രാവിലെ നമുക്കൊരു പരിപാടി ഉണ്ട്. നേരെ അങ്ങോട്ടേക്ക് പോവാം. നേരം പരപരാന്ന് പുലർന്നു വരുന്നുള്ളൂ കേട്ടോ. അതെ, നമുക്കിന്ന് ഫ്രണ്ട്സുമായിട്ട് രാവിലെ 7 മണിക്ക് ഒരു ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. ഇതാണ് സിംഗപ്പൂരിലെ അണ്ണാൻ. സമയം രാവിലെ 7 മണി ആവാറായിട്ട് ഇനി 4 മിനിറ്റുള്ള 7 മണിക്ക് ഞാൻ ഗ്രൗണ്ടിലെത്തി. ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ, ഒരാളും ഇവിടെ എത്തിയിട്ടില്ല. കേട്ടില്ലേ? ഇനി ഓരോരുത്തരും എണീറ്റ് പിടിച്ച് വരുമ്പോൾ സമയം രാവിലെ 8 മണിയാവും. ഇനി അവരൊക്കെ വരട്ടെ. അങ്ങനെ കളിയൊക്കെ തുടങ്ങി. ഏകദേശം 9 മണി ആയപ്പോൾ തന്നെ നമ്മൾ കളിയൊക്കെ അവസാനിപ്പിച്ചു. ഈ കാറിൽ ഇരിക്കുന്ന ആട്ടോ ഞങ്ങളുടെ ഇടിക്കട്ട ഡാനി ബ്രോ. അങ്ങനെ കളിക്കാൻ വന്ന എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലോട്ട്. ഞായറാഴ്ചയായ പള്ളിയിൽ പോവാതെ എന്ത് പരിപാടിയല്ലേ? അതെ, നമ്മളിനി നേരെ പോകുന്നത് ഈശ്വനിലുള്ള ഒരു പള്ളിയിലോട്ടാണ്. പള്ളി കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ പിന്നെ നേരെ പോകുന്നത് ചക്ക മേടിക്കാനാണ്. അങ്ങനെ ചക്കൊക്കെ മേടിച്ച് നടന്നു വരുന്ന വഴിക്കാണ് നമ്മുടെ നാട്ടിൽ കണിക്കൊന്ന വെക്കില്ലേ, അതൊക്കെ ഇവിടെ പൂത്ത് നിൽക്കുന്നത് കണ്ടേ. അവിടുന്ന് പിന്നെ നേരെ പോയത് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് തന്നെ കൊറിയൻ ഫുഡ് കഴിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അവിടെ നേരെ പോയത് ഒരു കൊറിയൻ കടയ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് ഒരു ചായയും അങ്ങ് മേടിച്ചിട്ട് ഉച്ചത്തെ പരിപാടി അങ്ങ് സെറ്റാക്കി. ഈ ചായയിൽ കിടക്കുന്ന തെങ്ങിൻ്റെ ഓല പോലത്തെ ഒരു സാധനം കണ്ടില്ലേ? ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് താഴെ കമൻ്റ് ഇടേ. അവിടെ നിന്ന് തിരിച്ച് നടക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ ഒരു ഇരുമ്പുംപാട്ടയ്ക്കകത്ത് എന്തൊക്കെയോ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കണ്ടേ. ഇതെന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ രാവിലത്തെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് നേരെ അങ്ങ് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.